So second question നമ്മൾ ചെയ്തതാണ്. I'm closing this one. So ഈ ക്വസ്റ്റ്യൻ നേരത്തെ പോലെ തന്നെയാണ്. So now if the breakdown voltage Zener diode is 3 volt, so breakdown voltage is 3 volt. So it is represented here. Find the current flow through the Zener. നേരത്തെ അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, നേരത്തെ വീഡിയോയിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. So total current is I and this is IZ. So that Zener കൂടെ പോകുന്ന current IZ. So this current is IL. So another thing we have to very important is ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 3 വോൾട്ട് തന്നെയായിരിക്കും. സോ VO എന്ന് പറയുന്നത് 3 വോൾട്ടേജ് തന്നെയായിരിക്കും. ബിക്കോസ് സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെ മാത്രമേ ഇവിടെ ഇതിന് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് വരുത്തുള്ളൂ. സോ Zener, what do you have to find? So the current equation for Zener is equal to total current I is equal to IZ plus IL. അപ്പോൾ ഐ കാണാം, നമുക്ക് ഐ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? സോ ഹിയർ ഇറ്റ് ഈസ് 10 വോൾട്ട്, ഹിയർ ഇറ്റ് ഈസ് 3 വോൾട്ട്. സോ 10 വോൾട്ട് മൈനസ് 3 വോൾട്ട്. സോ 10 വോൾട്ട് മൈനസ് 3 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സോ വാട്ട് യു ആർ ഗെറ്റിംഗ്? സോ ഐ ഈസ് ഈക്വൽ ടു 10 വോൾട്ട് മൈനസ് 3 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 കിലോ ഓം ആണ്, 1 കിലോ ഓം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 by 1000. That is 7 milliampere. 7 milliampere ആണ് total current. So this I is equal to 7 milliampere. Okay, 7 milliampere. ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റും? IL കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? 3 voltage is equal to, so 3 voltage is equal to, what is this one? So 2 kilo ohm into 2 kilo ohm. 2 എന്ന് മാത്രം ഇട്ടിരുന്ന ഈ ക്വസ്റ്റ്യൻ തെറ്റും. Into I. I into R is equal to V. സോ 6 ഇവിടെ ഉണ്ട്, നമുക്ക് ഐ ഉണ്ട്. ഐ കണ്ടുപിടിക്കണം. വോൾട്ടേജ് നമുക്കറിയാം, സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മാത്രമേ ഇതിന് വരത്തുള്ളൂ. സോ ഐ ഈസ് ഈക്വൽ ടു 3/2 കിലോ ഓം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 മില്ലിയാംപിയർ എന്ന് കിട്ടി. സോ ഈ കേസിനകത്ത് സോ ദിസ് ഈസ് 3/2 എന്ന് വെച്ചാൽ 1.5 മില്ലിയാംപിയർ. 3/2 എന്ന് പറഞ്ഞാൽ 1.5 മില്ലിയാംപിയർ. അപ്പൊ IZ എന്ത് കിട്ടും? IZ is equal to 7 milliampere minus 1.5 milliampere is equal to 5.5 milliampere. Okay, so 5.5 milliampere is the correct answer. So അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇത് നോക്കി, if the voltage regulator circuit shown below, the reverse breakdown voltage is Zener diode. Now Zener breakdown voltage തന്നിട്ടുണ്ട് 5 voltage. പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് 100 മില്ലി വാട്ട്. ഇതിന് അക്രോസ് ആയിട്ടുള്ള പവർ ഡിസിപ്പേറ്റ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ 100 മില്ലി വോൾട്ട് ആണ്. സോ ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. സോ ഗിവൺ പാരാമീറ്റേഴ്സ് ആർ, സോ VZ ഈസ് ഈക്വൽ ടു 5 വോൾട്ട് ആൻഡ് പവർ ഡിസിപ്പേഷൻ, പവർ Zener diode ഈസ് ഈക്വൽ ടു 100 മില്ലി വോൾട്ട്. ഓക്കെ, സോ PZ എന്ന് പറഞ്ഞാൽ എന്താണ്? PZ ഈസ് ഈക്വൽ ടു VZ into I. Am I correct? So VZ എന്ന് പറഞ്ഞാൽ എന്താണ്? So that is equal to 100 millivolt. 100 millivolt is equal to this is 5 voltage. Zener voltage എന്ന് വെച്ചാൽ 5 voltage എന്ന് വന്നിട്ടുണ്ട്. So this is 5 voltage. Here it is 5 voltന്റെ Zener ഉപയോഗിച്ചേക്കുന്നത്. 5 voltage into IZ, correct? So IZ is equal to so what is this one? 100 by 5 volt. Millivolt ആണ്. So that is 20 milliampere. Okay, 20 milliampere is the current flowing through this one. So this is 20 milliampere. So ഇത് 5 volt ആണെങ്കിൽ ഇത് എന്താണ്? So V is equal to IR. So VL is equal to I into RL. So VL is equal to 5 volt is equal to I into 100. Ohm ആണ്, not kilo ohm. Okay, so I is equal to 5/100 ampere. Okay, that is equal to 1/20. So നമുക്ക് എന്ത് കിട്ടി? So total I is equal to what is this one? 20 milliampere
20 milliampere plus 1 by 20 ampere, 1 by 20 ampere. So that is equal to total 50 milliampere, 5 by 100, that is 20 milliampere plus ഇത് 1/20 എന്ന് പറഞ്ഞാൽ 50 milliampere. So total 70 milliampere ആണ് കറണ്ട്. 70 milliampere is the current. So what is RS? ഈ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് അറിയാം, നേരത്തെ ചെയ്തോണ്ട് അറിയാം. ഈ വോൾട്ടേജ് ഉണ്ട്, ദിസ് വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, സോ 12 minus 5 equal to I into RS. വോൾട്ടേജ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇതിനെ അക്രോസ് ആയിട്ട് ഈ പോയിന്റിലുള്ള വോൾട്ടേജ് മൈനസ് ഈ പോയിന്റിലുള്ള ഡിഫറൻസ് അല്ല വോൾട്ടേജ്, അതിന്റെ ഡിഫറൻസ് ആണ് ഇതിലേക്കൂടെ പോകുന്ന ഈ വോൾട്ടേജ്. അപ്പൊ ബൈ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ കറണ്ട് കിട്ടും. സോ 12.5 ഈസ് ഈക്വൽ ടു 70 milliampere into R2. So R2 is equal to 7 by 70 milliampere. So 7 by 70 milliampere is 1000 of 7 by 70 1 by. So you will be getting this voltage. So this is a 100 ohm is the correct. ഇതിപ്പോൾ നമ്മൾ അവർ ആലോചിച്ച് ഓർമ്മിച്ചെടുത്ത ആൻസർ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. 100 ആയിരിക്കും, 120 ആണ് നമുക്ക് ഏറ്റവും ആൻസർ ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്നത്. 1/10 100 ഓമിന് അടുത്തായിട്ട് കിടക്കുന്ന ആൻസർ അതാണ്. So I hope you understand. So this is another, this is ഈ സംസ്ഥാനത്തിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ കറന്റ് ത്രൂ ദ ഡയോഡ് ഇഫ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് 5 വോൾട്ട്. ഇത് സെയിം നേരത്തെ കൊടുത്ത് തന്നെ ഇത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 5 വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇത് നേരത്തെ ഇവിടെ കൊടുക്കുന്നതിന് പകരം ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ, നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി. സോ ഇവിടെ കറണ്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഇത് പാരലാണ്. സോ ഇതിന് അക്രോസ് ആയിട്ടാണ് 300 ഓം വന്നിട്ടുള്ളത്. സോ 300 ഓം ഇവിടെ തന്നെ ഉണ്ട്. സോ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു I Z പ്ലസ് IL. ലോഡ് റെസിസ്റ്റൻസ് RL ആണ്. സോ the answer will be this one, 58.33. So എന്ത് ചെയ്യണം? 300 ohm is equal to 300 into I is equal to what is this one? 5 volt. So I is equal to 5 by 300. Clear? So IL is equal to 5 by 300. So what is the current flowing through this 200 ohm is equal to input current is equal to I is equal to 5 volt 20 volt minus 5 volt divided by 200. So that is equal to 15 by 200. So total current കിട്ടി. So total current I കിട്ടി. So I is equal to IZ plus IL. IL കിട്ടി. So we have IL quantity and I quantity. So I minus IL is equal to IZ. So you will be getting the current. So simple question. ഇത് നിങ്ങൾ തെറ്റിക്കാനായിട്ട് ചിലർക്ക് ഈ തിയറി നല്ല രീതിയിൽ അറിഞ്ഞൂടാത്തവർക്ക് ഈ 300 എന്തുകൊണ്ട് 300 ഇവിടെ വന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കണം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കറണ്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ പാരലാണ്. ദിസ് ഈസ് IZ, ഇതിലെ കൂടെ പോകുന്നു, IL ഇതിലെ കൂടെ പോകുന്നു. സോ ദിസ് ഈസ് പാരൽ. ഇതുമായിട്ട് നോക്കുമ്പോൾ ഇത് പാരലാണ്. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇതിനു മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച പോലെ ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് കിട്ടും, ഇതിലേക്കൂടെ ഉള്ള കറണ്ട് കിട്ടും. ബിക്കോസ് വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ കറണ്ട് കൊണ്ടുപോയിരിക്കും. Clear? Thank you so much. Very best wishes.